എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും ആനുകാലിക ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ നോക്കുക. നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത സംഭവമാണ് അല്ലേ? വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ പ്രസ്താവനയും നമുക്ക് വായിച്ചു നോക്കാം. മുണ്ടക്കൈ, മണിമല എന്നീ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളുടെ പേരാണ് നൽകിയത്. ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. മുണ്ടക്കൈ ശരിയാണ്. മുണ്ടക്കൈ, മണിമല രണ്ടും ശരിയാണ്. മുണ്ടക്കൈ നമുക്ക് ശരിയിടാം. മണിമല ആയിരുന്നോ? അല്ല. ഏതായിരുന്നു? ചൂരൽമല ആയിരുന്നു ശരിയായ പ്രദേശം അല്ലേ? മുണ്ടക്കൈ, ചൂരൽമല. ഈ മണിമല എന്ന ഓപ്ഷൻ കൊടുത്തത് എന്തിനാണ്? ആ മല കൊടുത്തത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് മുണ്ടക്കൈ നമുക്ക് കിട്ടും, ആ മണിമല എന്നുള്ളതിൽ മലയും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ശരിയാണെന്ന് കരുതി ശരിയിടരുത്. തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവന. 2024 ജൂലൈ 30 ഈ ദാരുണമായ ദുരന്തം ഉണ്ടായത്. ഈ സംഭവം നടന്ന തീയതിയാണ് 2024 ജൂലൈ 30. ശരിയായ പ്രസ്താവനയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന പ്രദേശത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദ്യം അങ്ങനെയും ഇതിൻ്റെ പ്രസ്താവനകളിൽ വരാം. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം. അപ്പോൾ നമ്മൾ ന്യൂസ് ആ ഒരു സമയത്ത് സ്ഥിരമായി എല്ലാവരും കണ്ടിട്ടുണ്ടാകും, പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്ത്യൻ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? അവർ അവിടെ സൗകര്യത്തിന് വേണ്ടി ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണ്? ബെയ്ലി പാലം. അപ്പോൾ ഈ പേര് ആരും മറന്നു പോകരുത്. ആ പാലത്തിൻ്റെ പേരെന്താണ്? ബെയ്ലി പാലം. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1 തെറ്റാണ്, 2, 3 എന്നിവയാണ് ശരി. അപ്പോൾ 2, 3 എന്നിവ ശരി എന്ന് നമുക്ക് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 2, 3 എന്നിവ ശരി എന്ന് ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പരിഭ്രമിക്കരുത്. അതിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? 1 മാത്രം തെറ്റ്. 1 മാത്രം തെറ്റാണെങ്കിൽ 2, 3 ശരിയായിരിക്കുമല്ലോ അല്ലേ? 1 മാത്രം തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഉത്തരം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ പറ്റിക്കാൻ നോക്കും. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചോദ്യങ്ങൾ വായിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്താൻ 2 കാരണങ്ങളുണ്ട്. മാധവ് ഗാഡ്ഗിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ 1ാമത്തെ പോയിന്റിൽ അതുതന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഈ അടുത്ത ദിവസമാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചോദ്യം ഉൾപ്പെടുത്തിയേ പറ്റൂ. അതുകൂടാതെ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടല്ലോ, അതുമായി ബന്ധപ്പെടുത്തിയും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ പരിശോധിക്കാം. അപ്പോൾ എന്തിൻ്റെ സംരക്ഷണവുമാണ്? പശ്ചിമഘട്ടം, നമ്മുടെ സഹ്യപർവ്വതം അറിയാമല്ലോ. അപ്പോൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. മാധവ് ഗാഡ്ഗിൽ ഒരു പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ശരിയായ പ്രസ്താവനയാണ്. പരിസ്ഥിതി സ്നേഹിയാണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഒരു കാലത്ത് പത്രങ്ങളിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്നു. അത് ഇടയ്ക്കൊക്കെ നമുക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത ദിവസമാണ് മരണപ്പെട്ടത്. 2, പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശരിയായ പ്രസ്താവനയാണ്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി. ആ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? മാധവ് ഗാഡ്ഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. 3ാമത്തെ പ്രസ്താവന. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ
നമ്മുടെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കണം. അവിടെ മനുഷ്യൻ അമിതമായിട്ട് ചൂഷണം നടത്തുമ്പോൾ പല പ്രശ്നങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് തന്നെ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു അപകടത്തോടു കൂടി വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? 1, 2, 3 എന്നിവയെല്ലാം ശരിയെന്ന ഓപ്ഷൻ ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, മാധവ് ഗാഡ്ഗിലിൻ്റെ പുസ്തകങ്ങളെയും ജീവിതത്തെയും കുറിച്ചുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുമായും ജീവിതവുമായും ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് മാധവ് ഗാഡ്ഗിൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, അല്ലെങ്കിൽ എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നാണ്. അപ്പോൾ അദ്ദേഹം ആത്മകഥ ശരിയായ പേര് നമുക്ക് കാണാൻ സാധിക്കുക എന്താണ്? എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നാണ്. അദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. പക്ഷെ അതിൻ്റെ മലയാള പരിഭാഷ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എന്തായി മാറി? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഇത് പ്രസിദ്ധീകരിച്ച സമയത്തൊക്കെ നമുക്ക് പത്രത്തിലൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ച് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശരിയായ പ്രസ്താവന. ഈ രണ്ട് പേരുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആണ് നമുക്ക് ആവശ്യത്തിൽ വരാൻ സാധ്യത കൂടുതൽ. എങ്കിലും എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കുക. ഒന്നാമത്തത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത്, പ്രകൃതി സംരക്ഷണത്തിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ചതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയത്? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചതിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാത്രമല്ല, വളരെ വലിയൊരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണ്. 1, 2 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് വേണ്ടത്. മാധവ് ഗാഡ്ഗിലുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, നാലാമത്തെ ചോദ്യം, കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന മഴവില്ല് പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതിലൊരു പദ്ധതിയാണ് മഴവില്ല്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. അതിൽ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നാണ് ചോദിച്ചത്. 1, കായിക പരിശീലനം നൽകുക. കായിക പരിശീലനം നൽകാനല്ല മഴവില്ല് പദ്ധതി നടപ്പിലാക്കിയത്. സ്കൂളുകളിൽ ഉദ്യാനം നിർമ്മിക്കുക. സ്കൂളുകളിൽ ഉദ്യാനം നിർമ്മിക്കാനും അല്ല. സ്കൂളുകളിൽ ശാസ്ത്ര പഠനം രസകരമാക്കുക. ശാസ്ത്ര പഠനം രസകരമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മഴവില്ല്. ഡി, കുട്ടികൾക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്യുക. കുട്ടികൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്യാൻ അല്ല. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ശാസ്ത്ര പഠനം രസകരമാക്കാൻ വേണ്ടി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മഴവില്ലാണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ വായിക്കുക. അപ്പോൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? PR ശ്രീജേഷ്. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ ഹോക്കി താരമാണ്. ഹോക്കി ടീമിൽ കളിക്കുന്ന താരമായിരുന്നു. മലയാളിയാണ് അല്ലേ? യെസ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹം ഗോൾ കീപ്പർ സ്ഥാനത്താണ് കളിക്കുന്നത്. 2024 പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ടീമിലെ ഗോൾ കീപ്പർ ആര് തന്നെയായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പത്രങ്ങളിലൊക്കെ ഒരുപാട് കാണാൻ സാധിച്ച കാര്യമാണ്. അപ്പോൾ ഇത് ശരി ഉത്തരമാണ്. കേരളത്തിൽ നിന്നുള്ള ഇദ്ദേഹത്തെ ഇന്ത്യയുടെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എതിർ ടീമിൻ്റെ ഗോളിനെ തടഞ്ഞിടുന്ന ആളാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഇന്ത്യയുടെ വൻമതിൽ. ഹോക്കിയിൽ ഇന്ത്യയുടെ വൻമതിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? PR ശ്രീജേഷ് എന്ന മലയാളി താരമാണ്. ശരിയായ പ്രസ്താവന. അപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്? 1, 2 എന്നിവ ശരി. അപ്പോൾ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളുടെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.